Hi friends, welcome back to Class Malayalam Stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രോക്കിന്റെ വീഡിയോ ആയിട്ടാണ്. പീറ്റർ പാൻ കോളറും അതുപോലെ തന്നെ ക്യാപ് സ്ലീവും വെച്ചിട്ടുള്ള ഫ്രോക്ക് ആണ് ഇന്ന് ചെയ്തു കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് ആണ് ഇത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് നെറ്റും അതുപോലെ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്കിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുത്തിട്ടില്ലെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലൈനിങ് ഞാനിവിടെ ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോഡി ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസ് കൂട്ടി 9.5 ഇഞ്ചിൽ ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ആദ്യം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഷോൾഡർ ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചിൽ ഫ്രണ്ട് നെക്ക് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. നെക്കിന് നമുക്ക് യു ഷേപ്പ് വരച്ചു കൊടുക്കാം. അതുപോലെ ചെസ്റ്റ് വിഡ്ത്ത് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ടാണ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4ആയിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഭാഗമാണ് നമുക്ക് നേരെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് 1 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടിൽ ജിബ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിലാണ് ബാക്ക് നെക്കിന് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ ചെറുതായിട്ടൊരു യു ഷേപ്പ് വരച്ചു കൊടുക്കാം. ബാക്കിയുള്ള അളവുകളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ ബാക്ക് പാർട്ടിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അളവുകളൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിൻ്റെ പീസിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്കിതിൻ്റെ കോളർ കട്ട് ചെയ്യാം. അപ്പോൾ കോളർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ക്യാൻവാസ് പേപ്പറിൽ ആ നെക്ക് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം.
ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1.25 ഇഞ്ച് വിഡ്ത്തിൽ ഒന്നുകൂടി ഈ നെക്ക് ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഇഞ്ചിലാണ് നെക്ക് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1.25 ഇഞ്ചിൽ ഒന്നുകൂടി നെക്ക് നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇതുപോലൊരു തുണിയിൽ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടും ബാക്കിയുള്ളിടത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടും നമുക്കിതുപോലെ തുണി കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം അതുപോലൊരു രണ്ടാമത്തെ തുണിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിന് തട്ടാതെ ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചെടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നെറ്റിൻ്റെ പീസ് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കോളർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് രണ്ടാമത്തെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിനെ തട്ടാതെ ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ്ങൊക്കെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലൈനിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നെറ്റിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നെറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ 2 ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അടിച്ചിട്ട് മറിച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലൈനിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 10.5 ഇഞ്ചിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2.5 ഇഞ്ചിലാണ് ഞാനിവിടെ കൈൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ഇവിടുന്ന് മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെറ്റിൻ്റെ പീസും ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കൈ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്കിതുപോലെ ഇങ്ങോട്ടേക്കും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടിൽ കെട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ജിപ്പ് വെക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടിലെ കെട്ട് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് ബോഡി മെഷർമെൻറ്റ് ഒരു 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 24.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് ബോഡി ലെങ്ത്ത് കഴിച്ച് ബാക്കി 16 ഇഞ്ചിൽ ഞാനിവിടെ സ്കേർട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വശത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിവശത്തുള്ള സ്റ്റിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അളവനുസരിച്ചിട്ട് നമുക്കിതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിന് നമുക്കിതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ആക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മറിച്ചിടുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻവിസിബിൾ ജിബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. എന്നിട്ടതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ലൊരു കോളർ വെച്ചിട്ടുള്ള ഫ്രോക്ക് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നടുക്ക് ഞാനൊരു ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഞാൻ ഇതുപോലെ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.